ഒരു സാധാരണക്കാരന് സോളാർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് വെക്കുന്ന സമയത്ത് എന്തൊക്കെ സപ്പോർട്ട്, ഹെൽപ്പ്, പോസിബിലിറ്റി ഉണ്ട്, അതേപോലെ തന്നെ അങ്ങനെ ഒരു സോളാർ വെക്കുന്നതുകൊണ്ട് അയാൾക്ക് എന്തൊക്കെ ഏത് രീതിയിലൊക്കെ സേവിങ്സ് പോസിബിൾ ആയിരിക്കും, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ? ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത്, നമ്മളൊരു സോളാർ ചെയ്യുന്നു, ഇപ്പോൾ ഒരു വീട്, ഒരു ആവറേജ് വീട് നോക്കുകയാണെങ്കിൽ ഒരു മിനിമം ഇപ്പോൾ ഒരു 3,000-4,000 ഒരു ബില്ല് വരുന്നുണ്ട് 2 month പീരീഡ്. അപ്പോൾ ഫസ്റ്റ് ആസ് ഒരു ക്ലയൻറ്റ് ബേസിൽ തിങ്ക് ചെയ്യുന്ന സമയത്ത് ആ ക്ലയൻറ്റ് ചിന്തിക്കുന്നത് എനിക്ക് ബില്ല് കുറയണം, സോളാർ വെക്കുമ്പോൾ ബില്ല് കുറയണം എന്നുള്ളത്. അത് ഹാപ്പൻസ്. നിങ്ങൾ സോളാർ ചെയ്തോ, ബില്ല് കുറയുന്നു, യു വിൽ ബി ഹാവിങ് ഫിക്സഡ് ചാർജ്. ആ ഫിക്സഡ് ചാർജ് എന്താണോ അത് വരുന്നു. പിന്നെ വേരി ചെയ്യും. ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടർ ഉണ്ട്. വെതർ, അതേപോലെ ആ ഏരിയയിലെ വോൾട്ടേജ് വേരിയേഷൻസ്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ കുറയാം. വെതർ നല്ലതാണെങ്കിൽ കൂടാം. പിന്നെ റൂഫ് ടോപ്പ് ആണെന്നുള്ളതും, കാരണം ഇതിനൊരു ആംഗിളും ഒരു സൗത്തിലേക്ക് ഫേസ് ചെയ്തിട്ടൊക്കെ ചെയ്യണം, എന്നാലേ നമുക്കൊരു വേണ്ട ഒരു ഒപ്റ്റിമം എനർജി. പക്ഷേ ഇതിൽ ഒരു ക്ലയൻറ്റ് തിങ്ക് ചെയ്യാത്തൊരു കാര്യമുണ്ട്. അതായത് ഇതിൽ 25 years കമ്പനി വാറണ്ടിയും എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു 25 years ഇത് ചെയ്ത കമ്പനി, ദേ ഷുഡ് ബി വിത്ത് ദം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും അവിടെ ഒരു ഒക്കറൻസ് ഉണ്ടാവാം. അപ്പോൾ അത് ബാക്ക് എൻഡ് ചെയ്യാൻ, പ്രോംപ്റ്റായിട്ട് ബാക്ക് എൻഡ് ചെയ്യാൻ ഉള്ള കമ്പനി ആയിരിക്കണം ചൂസ് ചെയ്യുന്നത്.